ഒരു കൊല്ലം കേരളത്തിലെ ഹോസ്പിറ്റൽസ് വരുന്ന OP 11,80,00,000. കേരളത്തിലെ 28 ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികൾ അമേരിക്കയിലുള്ള 3 റിയൽ എസ്റ്റേറ്റ് കമ്പനി വന്നിട്ട് 21,000 കോടി രൂപയ്ക്ക് വാങ്ങിച്ചു കൂട്ടി. അവർ ആശുപത്രി നടത്തിപ്പേരെ അല്ല, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരാ. ബ്ലാക്ക് സ്റ്റോൺ ഉൾപ്പെടെ KLM ഉൾപ്പെടെ. അതായത് 100 മെഡിക്കൽ നെഗ്ലിജൻസ് കേസ് വരുമ്പോൾ 7% മാത്രമേ ഗവൺമെൻറ് ഹോസ്പിറ്റലുള്ളൂ. 93% മെഡിക്കൽ നെഗ്ലിജൻസ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. സർക്കാർ ഹോസ്പിറ്റൽ സർവീസ് ഇല്ല എന്ന് ജനത്തിനെ തെറ്റിദ്ധരിപ്പിച്ചെങ്കിലേ പ്രൈവറ്റ് ഹോസ്പിറ്റലാണേ പോകുള്ളൂ. അപ്പോൾ കേരളത്തിലെ ജനങ്ങൾ 3.5 കോടി ജനങ്ങളുണ്ട്. ഒരു കൊല്ലം കേരളത്തിലെ ഹോസ്പിറ്റൽസ് വരുന്ന OP 11,80,00,000 ഒരു വർഷം. അതായത് ഒരു മനുഷ്യൻ തന്നെ OPയിൽ 4 തവണ പോകുന്നുണ്ട്. 3.5 കോടി ജനങ്ങൾ 11.8 കോടി OP വരണമെങ്കിൽ ഒരേ ആള് ആവറേജിൽ 4 തവണ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അവൻ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് അവനോട് നിന്ന് സർവീസ് കിട്ടുകയാണ്. പക്ഷെ ഒരു ഹോസ്പിറ്റലിൽ 250 പേർ നോക്കാനേ സൗകര്യമുള്ളൂ. അവിടെ വരുന്നത് 1000 പേരാണ്. അപ്പോൾ എന്ത് പറ്റും? അവന് കിടക്കാൻ സ്ഥലമില്ല, ചിലപ്പോൾ തറ കിടക്കേണ്ടി വരും. ഉടനെ ആരെങ്കിലും തറ കിടക്കുന്ന ആ ഫോട്ടോ എടുത്തിട്ട് ഉടനെ പത്രത്തിലിടും. 99 പേര് രക്ഷിച്ചാല ഈ പത്രത്തിൽ വരുന്ന വാർത്ത. അപ്പോൾ ഇപ്പോൾ എന്ത് പറ്റി? ഇപ്പോഴേ കേരളത്തിലെ 28 ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികൾ അമേരിക്കയിലുള്ള 3 റിയൽ എസ്റ്റേറ്റ് കമ്പനി വന്നിട്ട് 21,000 കോടി രൂപയ്ക്ക് വാങ്ങിച്ചു കൂട്ടി. അവർ ആശുപത്രി നടത്തിപ്പേരെ അല്ല, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരാ. ബ്ലാക്ക് സ്റ്റോൺ ഉൾപ്പെടെ KLM ഉൾപ്പെടെ വന്നിട്ട് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 28 പ്രൈവറ്റ് ഹോസ്പിറ്റൽ വാങ്ങിച്ചു. അപ്പം അവർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റൽ പേഷ്യൻസിനെ വേണം. അപ്പോൾ സർക്കാർ ഹോസ്പിറ്റൽസിനെ ആക്ഷേപിച്ചെങ്കിലേ അവിടെ ആളിനെ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ കത്രിക കണ്ടു, അവിടെ അത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഡോക്ടർ പേഷ്യനെ നോക്കിയില്ല. ഒരു സ്ത്രീ പ്രസവം കഴിഞ്ഞ് മരിച്ചുപോയി. അപ്പോൾ നോർമൽ പ്രസവത്തിൽ 100 സ്ത്രീകൾ പ്രസവിച്ചാൽ 2-3 പേര് മരിക്കും. ആ കുട്ടി മരിക്കുന്ന എടുത്തിട്ടങ്ങ് ഹൈലൈറ്റ് ചെയ്യാൻ. അപ്പോൾ കേരളത്തിൽ മെഡിക്കൽ നെഗ്ലിജൻസിന് കേസ് എടുത്തിട്ടുണ്ട്. കോടതി റെക്കോർഡുണ്ടായിരുന്നു. അതായത് 100 മെഡിക്കൽ നെഗ്ലിജൻസ് കേസ് വരുമ്പോൾ 7% മാത്രമേ ഗവൺമെൻറ് ഹോസ്പിറ്റലുള്ളൂ. 93% മെഡിക്കൽ നെഗ്ലിജൻസ് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ്. പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ സ്ത്രീകൾ മരിക്കുന്നതും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കത്രിക വയറ്റിലിരിക്കുന്നതിനും പബ്ലിസിറ്റി ഇല്ല. ഈ 7% വരുന്ന സർക്കാർ ഹോസ്പിറ്റലിലുണ്ടായ നെഗ്ലിജൻസ് ആണ് ഈ പത്രത്തിൽ വരുന്നത് മുഴുവൻ. കാരണം എന്താണെന്നറിയാമോ? സർക്കാർ ഹോസ്പിറ്റൽ സർവീസ് ഇല്ല എന്ന് ജനത്തിനെ തെറ്റിദ്ധരിപ്പിച്ചെങ്കിലേ പ്രൈവറ്റ് ഹോസ്പിറ്റലാണേ പോകുള്ളൂ. ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ട്രീറ്റ്മെൻറ്റ് അവിടെ ചെന്ന് അഡ്മിഷൻ കഴിയുമ്പോൾ 2,500 രൂപ. അവിടെ ചെല്ലുന്ന OP വരുന്ന 10 എണ്ണത്തിൽ 5 എണ്ണത്തിലങ്ങ് അഡ്മിറ്റ് ചെയ്യും. എന്നിട്ട് വേണ്ടാത്ത സർജറി എല്ലാം നടത്തും. കുറേ എണ്ണം ചത്തുപോകും. അവസാനം 2 ലക്ഷം രൂപ 4 ലക്ഷം രൂപ ബില്ലാവും. ഇപ്പം ഈ കേരളത്തിലെ ജില്ലാ ഹോസ്പിറ്റലുകളിൽ അവയവ മാറ്റം നടത്തുകയാണ്. എറണാകുളത്തെ ജില്ലാ ഹോസ്പിറ്റലിൽ അവയവ മാറ്റം നടത്തുകയാണ്. ഈ അവയവ മാറ്റം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്യണമുണ്ടല്ലോ 10 ലക്ഷം 8 ലക്ഷമാണ്. ലിവർ മാറ്റുന്നു കോട്ടയം മെഡിക്കൽ കോളേജ്. അപ്പോൾ ഈ 8 ലക്ഷം 10 ലക്ഷത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഇവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അവന് തുച്ഛമായ തുക കിട്ടുകയാണ്. ആൻജിയോപ്ലാസ്റ്റിക് മെഡിക്കൽ കോളേജിൽ 1 പൈസ ഇല്ല, തുച്ഛമായ തുകയിലേ ഉള്ളൂ, പേരേ ഉള്ളൂ. അപ്പോൾ ഈ മെഡിക്കൽ നെഗ്ലിജൻസിൽ 93% പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയിട്ട് പോലും 7% സർക്കാർ ഹോസ്പിറ്റലിൽ അതിഗംഭീരമായിട്ട് സർവീസ് കൊടുക്കുന്നതിനകത്തുള്ള നെഗ്ലിജൻസ് എടുത്ത് പത്രങ്ങൾ അടിച്ച് പറത്തുകയാണ്. കാര്യം ഈ പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടി അമേരിക്കയിലെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് പൈസ മുടക്കുന്നത്. പത്രക്കാർക്ക് പൈസ കൊടുത്തിട്ടാണ് ഈ വാർത്ത ഇടുന്നത്. ശരിക്കും സാർ അതിൻ്റെ അകത്തൊരു ഗൂഢാലോചനയല്ലേ? ഗൂഢാലോചനയുണ്ട്, ഭയങ്കര ഗൂഢാലോചനയാണ്. ഈ പേഷ്യൻസിനെ മെഡിക്കൽ ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് അവനെ തെറിപ്പിക്കണം. അതിനുവേണ്ടിയാണ് ഈ കള്ള പ്രചരണം നടത്തുന്നത്.